കിടന്നിട്ടാണെങ്കിൽ ഉറക്കം വരുന്നില്ല. അവിടെ മഴ പെയ്യുന്നുണ്ടാവോ ആവോ? ഈ മഴയത്തും മഞ്ഞത്തും രാത്രിയിൽ കുട്ടൻ എവിടെ പോയി കിടക്കും എന്റെ ദൈവമേ? അമ്മ ഇനി ഓരോന്നും പറഞ്ഞ് അല്ലെങ്കിൽ തന്നെ ഒരു സ്വസ്ഥതയില്ല. അതുകൊണ്ടല്ല, നാട്ടുകാർ ചോദിക്കുമ്പോ ഒന്നും ഓർക്കുമ്പോ ഇത് തന്നെയാ ശരി. ഇത് പാരമ്പര്യല്ലേ. കുട്ടന്റെ അച്ഛൻ എത്ര വർഷം ആമത്ത് കിടന്ന് നരകിച്ചത്. ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. സ്വാതന്ത്ര്യത്തോടെ പുറത്തെങ്കിലും നടക്കട്ടെ. ഒന്നുമില്ലെങ്കിലും കുട്ടന്റെ ആത്മാവിനെങ്കിലും മോക്ഷം കിട്ടുമല്ലോ. അത്രയ്ക്കൊക്കെ സമാധാനിക്കാനേ വകയില്ല. ഞാൻ അപ്പു ചോദിച്ചത് ആലോചിക്കണേ. അവന് സമയത്തിനൊക്കെ കഴിക്കാൻ കിട്ടുന്നുണ്ടാവോ? അമ്മയൊന്ന് വായടയ്ക്ക്. രാധ ഉറങ്ങിയിട്ടില്ല. അവൾ അപ്പുറത്ത് പോലായാലുണ്ട്. രാമേട്ടൻ എവിടുന്ന രാവിലെ ഇവനെയും കൂട്ടി? വരുന്ന വഴിക്ക് ഇവനാ കുളക്കരയിൽ ഒറ്റയ്ക്കിരിക്കുന്നതുകൊണ്ട് കൂട്ടിക്കൊണ്ടുവന്നാ. ചോദിച്ചപ്പോ ഒന്നുമില്ലെന്ന് പറഞ്ഞു. ഇല്ലടാ. എന്താ രാമ പതിവില്ലാതെ ഈ സമയത്ത്? ഏയ്, അങ്ങനെ വരണം തോന്നി. ഒരു കാര്യം പറയണമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് നാളായി. ചിറ്റമ്മ ഇരിക്കൂ. ഇങ്ങനെ തുമ്പും പാലും ഇല്ലാണ്ട് എത്ര നാളാന്ന് വെച്ചിട്ടാ? വേറൊന്നുമല്ല, എനിക്കും ഗോമതിക്കും തോന്നിയ ഒരാലോചനയാ. നമ്മുടെ രാധയെക്കുറിച്ചാ. അവളിങ്ങനെ എത്ര കാലാന്ന് വെച്ചിട്ടാ ഒറ്റയ്ക്ക് കഴിയണ, അതും പറക്കമിട്ടാത്ത ഈ കുട്ടിയും വെച്ച്. നമ്മുടെ ദിവാകരനാണെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവനാ. ഒറ്റാന്തടി, നല്ല സ്നേഹമുള്ളവനും. നമുക്കും ഉണ്ടല്ലോ അല്ലറ ചില്ലറ ഇനത്തിൽ അവനുമായിട്ട് അല്പം കടപ്പാടും. ഏട്ടൻ എന്താ ഉദ്ദേശിക്കുന്നേ? മറ്റൊന്നുമല്ല, അവന്റെയും രാധയുടെയും കാര്യം തന്നെ. അവൾക്കും ഇഷ്ടക്കേട് തോന്നാൻ വഴിയൊന്നുമില്ല. അവനാവുമ്പോ അവളെ പൊന്നുപോലെ നോക്കുകയും ചെയ്യും. നമുക്കൊന്ന് ആലോചിച്ചാലോ? എന്താ രാമ അത്? കുട്ടൻ ജീവിച്ചിരിക്കുമ്പോഴാണോ ഇങ്ങനെ ഒരു ആലോചന? നാട്ടുകാര് പോവാൻ പറ നാട്ടുകാരോട്. ചിറ്റമ്മ പഴയതൊന്നും മറക്കണ്ട. ഓർമ്മയില്ലേ നമ്മുടെ ചിറ്റയടുത്ത് കൃഷ്ണമ്മാന്റെ മോള് ശാരദയുടെ കല്യാണക്കാര്യം? വിവാഹരാത്രി തന്നെയല്ലേ അവളുമായിട്ടുള്ള ബന്ധം വേണ്ടെന്ന് വെച്ചാൽ അവൻ നാട് വിട്ടത്. എന്നിട്ട് എന്താ ഉണ്ടായേ? അടുത്ത ദിവസം അതേ പന്തലിൽ വെച്ച് തന്നെ നടത്തിയില്ലേ കൃഷ്ണമാമ ഉണ്ണിയുമായിട്ടുള്ള അവളുടെ വിവാഹം, മറ്റവൻ ജീവിച്ചിരിക്കുമ്പോ തന്നെ. എന്നിട്ട് എന്തുണ്ടായി? എവിടെ പോയി അന്ന് ഈ നാട്ടുകാര്? അപ്പോ നമ്മുടെ ബുദ്ധിക്കും വിവേകത്തിനും ശരിയാണെന്ന് തോന്നുന്നത് നമ്മൾ ചെയ്യാം. ബാക്കിയെല്ലാം ഈശ്വരന് വിട്ടുകൊടുക്കുക. കുട്ടന്റെ കാര്യത്തിലും നമ്മൾ അതാണല്ലോ ചെയ്തത്. പിന്നെ കുട്ടനെ കുറിച്ച് ഓർത്താണെങ്കിൽ കുട്ടൻ ഈ കാര്യത്തിൽ രാധയ്ക്ക് മാപ്പ് കൊടുത്തോളൂ. അവൾക്ക് നല്ലത് വരണമെന്ന് മാത്രമേ അവൻ ആഗ്രഹിച്ചിരുന്നുള്ളൂ. എനിക്കറിയാം അവന്റെ മനസ്സ് മറ്റാരേക്കാളും. എന്നാലും ഉടനെ ഒരു വിവാഹത്തിന് അവള് സമ്മതിക്കൂ? ഉടനെ അല്ല, ഈ ബഹളമൊക്കെ ഒന്ന് കഴിയട്ടെ. അവളുടെ മനസ്സ് ശാന്താവുമ്പോ അവള് സമ്മതിക്കും.
ആഹാ. എന്താ അപ്പോ ഇവിടെ വന്ന് നിൽക്കുന്നത്? ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ക്ലാസ്സിലും കണ്ടില്ലല്ലോ. എന്താ സുഖമല്ലേ? മാഷ് കന്യാകുമാരി പോയിട്ടുണ്ടോ? ഇല്ല. എന്തേ? അച്ഛാ ഓ ദേ എനിക്ക് കൊറേ വിഷു കൈനീട്ടം കിട്ടി. അച്ഛൻ മാത്രം എനിക്ക് തന്നില്ലല്ലോ. 100 രൂപയുണ്ട്. കാശ് വെറുതെ കളയരുത്. ഇങ്ങനെ ഇതിൽ തന്നെ ഇട്ട് സൂക്ഷിച്ച് വെച്ചോണം. എന്തെങ്കിലും അത്യാവശ്യം വരും, അപ്പോഴേ എടുക്കാവൂ. നീ കരയാതെ. അപ്പൊ എങ്ങും പോവില്ല. ഏതെങ്കിലും കൂട്ടുകാരുടെ വീട്ടിൽ പോയിട്ടുണ്ടാവും. പിള്ളേരല്ലേ, കരയാതെ മോളെ. അന്വേഷിക്കാവുന്നതിന്റെ പരമാവധി അന്വേഷിച്ചു. കൂട്ടുകാരുടെ വീട്ടിലൊന്നും എത്തിയിട്ടില്ല. രാമൻ നായരെ കണ്ടില്ലല്ലോ. അങ്ങേര് മെമ്പറേയും കുട്ടി സ്റ്റേഷനിൽ വിവരം അറിയിക്കാൻ പോയിട്ടുണ്ട്. ആ പെണ്ണിന്റെ കരച്ചിൽ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ വയ്യ. മാഷേ, 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 ആരാ അത്? ഞങ്ങളാ മാഷേ. ഇല്ലിക്കപ്പടിന്ന് വരിക. എന്താ വിശേഷിച്ച് ഈ സമയത്ത്? മാഷർ ക്ലാസ്സിൽ അപ്പു ഇന്ന് ക്ലാസ് കഴിഞ്ഞ് വീട്ടിൽ ചെന്നിട്ടില്ല. നമ്മുടെ മംഗലത്ത് വീട്ടിലെ സുഖമില്ലാത്ത കുട്ടന്റെ മോൻ. അച്ഛാ ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് കന്യാകുമാരിയിലേക്ക് ടൂറ് പോകുന്നുണ്ട്. എനിക്കും പോണം. വേണ്ട മോനെ, ഇനി ഒരിക്കൽ അച്ഛനും അമ്മയും മോനും കൂടെ ഒരുമിച്ച് പോവാം. ഒറ്റയ്ക്ക് പോണ്ട. ഒറ്റയ്ക്കല്ല അച്ഛാ, കൂട്ടുകാരും ഉണ്ട്. വിജേഷും വരുന്നുണ്ട്. വേണ്ട മോനെ, ഞങ്ങളില്ലാതെ നീ എങ്ങും പോയിട്ടില്ലല്ലോ. ஏய் தம்பி, நீ எங்க போறது? பர மோனே, நினக்கு எവിടെ போனோம்? കന്യാകുമാരി. உன்னை அணைச்சிட்டு போகிறதுக்கு யாராவது அங்கே வருவாங்களா? இந்த வண்டி நாளை காலையில 5:36 தான் அங்க போய் சேரும். தம்பி, ஏதாவது பேசு தம்பி. ஏய், என்ன முனிச்சாமி? என்ன பிரச்சனை? இல்ல, இந்த பையன் தனியா தான் கன்னியாகுமரி போறது. அப்படியா? அங்க விடிய தான் எத்திச்சேரும் இல்லையா? அப்ப யாராவது அங்க வருவான்னு கேட்டேன், அவ்வளவுதான். அங்க பேச்சில அவன் பயந்து போயிருக்கும். பையன் தானே. என்ன தம்பி, நான் ஏதாவது தப்பா கேட்டாச்சா? ஏய், என்னையா அந்த சின்ன பையனை சும்மா பயப்படுத்தாதுங்க. இல்ல, நான் வந்து நீங்க சும்மா இரியா. அது சின்ன பையன் தானே.